ജീവിതത്തിന്റെ നല്ലൊരു പങ്കും പാറമടയിൽ ചല്ലിയടിച്ച് ജീവിച്ചതാണ് ഈ അമ്മ. ജീവിത സായാഹ്നത്തിൽ ആകെയുള്ള പ്രതീക്ഷ നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷനായിരുന്നു. എന്നാൽ 1 വർഷമായി പെൻഷൻ കിട്ടിയിട്ടില്ല. ഓരോരോ രോഗങ്ങളായി ശരീരത്തിനൊപ്പം കൂടിയിട്ട് വർഷം 5 കഴിഞ്ഞു. മരുന്നിന് മാത്രം 1 മാസം 3600 രൂപ വേണം. ജീവിക്കാൻ ആകെയുള്ള മാർഗം മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുക. എനിക്ക് 3600 രൂപ വേണം. എൻ്റെ മരുന്ന് മൊത്തം എനിക്ക് ഒത്തിരി രോഗമുണ്ട്. കിഡ്നിക്ക് രോഗമുണ്ട്, എൻ്റെ ഹാർട്ടിന് കുഴപ്പമുണ്ട്. ഈ ശ്വാസകോശം വീർക്കുന്നുണ്ട്, ശ്വാസം കിട്ടിയിരിക്കത്തില്ല. പിന്നെ വലിക്കുന്ന മരുന്നിന് തന്നെ 500 ചില്ലാൻ രൂപയ ഒരെണ്ണത്തിന്. പിന്നെ കിഡ്നിയുടെ മരുന്ന്, പിന്നെ അതിൻ്റെ ആ കുളിയെല്ലാം കവറെല്ലാം അതിനകത്തുണ്ട്. എന്നാ ചെയ്യാൻ? ഈ മരുന്നെല്ലാം മേടിച്ച് ആരും മരുന്ന് കടം തരിപ്പ് മരുന്നിന് ഭയങ്കര വിലയാണ്. എന്നെ കൊണ്ടൊന്നും നടക്കും. ഇന്നാളെ ഞാൻ കുറച്ച് വിഷം കുടിച്ചാത്താലെന്നെ ഈ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും 1 കഷ്ണം മുളകുമാണ് ഈ അമ്മയുടെ ജീവിതത്തെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത്. ഈ അരി കിട്ടും, പിന്നെ ഞാൻ എൻ്റെ മുളകാണ് കടിച്ചു കൂട്ടി കഞ്ഞി കുടിക്കും. കറിയൊക്കെ വെച്ച നാളുകൾ മറന്നേ. കറി ഇല്ലേലും വേണ്ടിയില്ല, എനിക്ക് മരുന്നാണ് അത്യാവശ്യം. കെട്ടിട നിർമ്മാണ പെൻഷനും വാർദ്ധക്യ പെൻഷനും ചേർത്ത് 1 മാസം 2200 രൂപയാണ് തങ്കമ്മയ്ക്ക് കയ്യിൽ കിട്ടേണ്ടത്. ആകെ 23,000-ലധികം രൂപ കുടിശ്ശികയായി കിട്ടാനുണ്ട്. ഇതിനിടയിൽ 200 രൂപയുടെ കറണ്ട് ബിൽ അടച്ചില്ല എന്ന് പറഞ്ഞ് KSEBക്കാർ വന്ന് വീട്ടിലെ ഫീസ് ഊരി. 23,000 ആണോ 200 ആണോ വലുതെന്ന് ചോദിച്ചാൽ ഈ അമ്മ പറയും 200 എന്ന്. ക്ഷണിക്കപ്പെട്ടവരുമായി മുഖ്യമന്ത്രിയും കൂട്ടരും ലക്ഷങ്ങൾ പൊടിച്ച് മുഖാമുഖം കാണുന്ന നാടാണിത്. ആ നാട്ടിൽ ഇങ്ങനെയും ചില മനുഷ്യരുണ്ട്. പെൻഷൻ കിട്ടാത്തത് കാരണം ഒരു നേരത്തെ ആഹാരത്തിനായി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ വിധിക്കപ്പെട്ട തങ്കമ്മയെ പോലുള്ള കുറേ മനുഷ്യർ. കോട്ടയത്ത് നിന്ന് ഷിനോദസ്റ്റി, മാതൃഭൂമി ന്യൂസ്.